നമസ്കാരം. വലിയ പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും മോഹൻലാലും പിണറായി വിജയനും തമ്മിലുള്ള സംഭാഷണം, അതായത് ഇന്റർവ്യൂ കാത്തിരുന്നത്. എന്നാൽ 8 നിലയിൽ പൊട്ടുന്ന വെറും കള്ളത്തരങ്ങൾ മാത്രം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടിയായി പോയി ഇന്നലത്തെ ഈ അഭിമുഖം. കൃത്യമായി പറഞ്ഞാൽ മോഹൻലാലിന് പഠിപ്പിച്ചു കൊടുക്കുന്നു, പിണറായിയെ ചിരിപ്പിക്കാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ 2-3 ദിവസം അങ്ങനെ ഇതാക്കി പഠിപ്പിച്ചിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അത് ഇവർ തമ്മിലുള്ള അഭിമുഖം പ്ലാൻഡ് ആയിട്ട് കെട്ടിച്ചമച്ചുണ്ടാക്കിയത്. പിണറായി വിജയൻ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ആരാണ് പറയുന്നത് അറിയാമോ? ഇപ്പോൾ അദ്ദേഹത്തെ പഠിപ്പിച്ച പാണ്ഡ്യാല ഗോപാലൻ എന്ന മാഷ്, അദ്ദേഹത്തെ വളർത്തിയെടുത്ത പാണ്ഡ്യാല ഗോപാലൻ എന്ന് പറയുന്ന പിണറായി വിജയന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന പാണ്ഡ്യാല ഗോപാലന്റെ മകൻ, എല്ലാ കാര്യങ്ങളും അറിയുന്ന, പിണറായി വിജയന്റെ സകല കള്ളത്തരങ്ങളും അറിയുന്ന പാണ്ഡ്യാല ഷാജിയാണ് നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇന്നലെ നടത്തിയ സംഭാഷണം എല്ലാം തന്നെ ഒരു സത്യവുമില്ല, എല്ലാം കള്ളമാണ്, കെട്ടിച്ചമച്ചതാണ്. മോഹൻലാൽ എന്ന് പറയുന്ന നടനോട് കൃത്യമായി ചോദിക്കേണ്ടിയിരുന്നത് എന്തിനാടോ പിണറായി ഇങ്ങനെ കള്ളം പറയുന്നത് എന്നാണ് ചോദിക്കേണ്ടിയിരുന്നത്. 51 വെട്ടി TP ചന്ദ്രശേഖരനെ അടക്കം കൊന്നിട്ടുള്ള പിണറായി വിജയനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ കൃത്യമായി പിണറായി വിജയൻ എന്ന ഭീകരനായ ക്രൂരനായ മനുഷ്യന്റെ കുട്ടിപ്രായം മുതൽ അറിയുന്ന ഈ പാണ്ഡ്യാല ഷാജി നമ്മുടെ എല്ലാം തുറന്നു പറയാൻ അദ്ദേഹവുമായി ഞാൻ നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തുവിടുന്നത്. നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ കുറച്ചു ദിവസമായി നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഇന്ന് ഏറ്റവും രസകരമായ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കല്ലേ. താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ആള്, നമ്മുടെ സാക്ഷാൽ പിണറായി ദൈവം, പിണങ്ങാണ്ടി ദൈവം എന്നൊക്കെ ഇപ്പൊ എല്ലാരും പറയുന്നത്, അദ്ദേഹം ഇന്നലെ മോഹൻലാലുമായിട്ട് അഭിനയിച്ച് ഇന്നലെ കുറെ വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി. അതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ കഴിവുള്ള ആളാണ് ശ്രീ ഷാജി പാണ്ഡ്യാല. എന്താണ് ഇന്നലെ നടന്ന ആ അഭിമുഖത്തിൽ നിന്ന് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? അല്ല, അതെന്താന്ന് വെച്ചാൽ അത് ഒരുപക്ഷെ എന്താ പറയാ, ഒരുപാട് തവണ ഓടി പൊളിഞ്ഞ് പാളീസായിരിക്കുന്ന ഒരു സാധനമാണ്. ഒരേ സാധനമല്ലാതെ അയാൾക്ക് ഒന്നും തന്നെ പറയാനില്ല. ഒരു സാധനവും അയാൾ പറയാനില്ല. അയാൾ അതിനകത്ത് ഒരു കുറ്റസമ്മതം നടത്തുന്നുണ്ട്. ഞാൻ വലിയ ബുദ്ധിയുള്ള മനുഷ്യനല്ല, ഞാൻ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ അല്ല, ഒന്നുമല്ല എന്നൊരു കുറ്റസമ്മതം. ഈ കുറ്റസമ്മതം നടത്തുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ഒരു PR വർക്കിന്റെ ഭാഗമായി വളരെ ബോധപൂർവം ഇയാൾ കഴിവുകെട്ടവനാണ് എന്ന് പൊതുജനം മുഴുവൻ പറഞ്ഞു തുടങ്ങി. അത് അഡ്മിറ്റ് ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരിൽ നിന്ന് ഒരു സിമ്പതി പിടിച്ചു പറ്റാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് അയാൾ നടത്തിയിരിക്കുന്ന എല്ലാ നാടകങ്ങളും. അത് മാത്രമല്ല, പറഞ്ഞത് മുഴുവൻ കളവും അസംബന്ധങ്ങളുമാണ്. നമ്മൾ തിരിച്ചറിയണമെന്നൊരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന യാഥാർത്ഥ്യം, അതൊരു PR വർക്കാണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. PR വർക്കാണ്, അതായത് സർക്കാർ സ്പോൺസേഡ് PR വർക്കാണ്. ഈ ഒരു ഇന്റർവ്യൂ ചെയ്തത് വാസ്തവത്തിൽ ആർക്ക് വേണ്ടിയാണ്? ഇതാണ് ചോദ്യം. എന്തായാലും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന് വേണ്ടിയല്ല, ഒരു കാരണവശാലും അതല്ല. സർക്കാരിന് വേണ്ടിയല്ല, പാർട്ടിക്ക് വേണ്ടിയല്ല. ഇത് മൂന്നും അല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ സംഭവം ചെയ്തത്? ഒറ്റയാൾക്ക് വേണ്ടിയാണ്. അത് അയാൾക്ക് വേണ്ടി മാത്രമാണ്. അയാൾക്ക് വേണ്ടി മാത്രമായി സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണവും എടുത്തിട്ട് അയാളുടെ ഈ പഴയ വളിപ്പിന്റെ ആവർത്തനമാണ് അതിനകത്ത് ഉണ്ടായത്. ഇത് അതിലെ ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു സംഭവം എന്താന്ന് പറഞ്ഞാല്, അയാൾ വാസ്തവത്തിൽ ഡിഫെൻഡ് ചെയ്യേണ്ടത് ആരെയാണ്? പാർട്ടിയാണ് ഡിഫെൻഡ് ചെയ്യേണ്ടത്. പാർട്ടിയാൽ ഡിഫെൻഡ് ചെയ്യുന്നതിന് അയാൾ എന്തെങ്കിലും ഒരു സംഭവം അയാൾ പ്രയോഗിച്ചില്ല. ഒന്നും പ്രയോഗിച്ചില്ല എന്ന് മാത്രമല്ല, പാർട്ടി എന്ന് പറയുന്ന സംഭവത്തിന് ഞാൻ ഭയപ്പെടുന്നു എന്നും കൂടി അയാൾ പറഞ്ഞു. പാർട്ടിയെ മാത്രമാണ് എനിക്ക് ഭയം, മറ്റാരെയും എനിക്ക് ഭയമില്ല. ഇതാണ് അയാൾ പറഞ്ഞിരിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു തരത്തിലുണ്ടായിരിക്കുന്ന കുറ്റബോധമില്ല എനിക്ക്. ഒരു സംഭവം ചെയ്തതിൻ്റെ അകത്ത് കുറ്റബോധം എനിക്കില്ല. ഈ കുറ്റബോധമില്ല ഒരാളെന്ന് പറഞ്ഞാൽ അയാൾ പ്രാഥമികമായ അയാളെന്ന് വെച്ചാൽ അയാളൊരു മനുഷ്യനല്ല എന്നാണ് അർത്ഥം. ഒരു മൃഗം മറ്റൊരു മൃഗത്തെ, തന്നേക്കാൾ കഴിവുകെട്ട് ഫിസിക്കലി കഴിവില്ലാതിരിക്കുന്ന ഒരു മൃഗത്തെ കൊന്നു തിന്ന ഒരു പ്രക്രിയ, അത് അതിന്റെ നൈരന്തര്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അത് സനാതനമായ ഒരു ധർമ്മമാണത്. മൃഗത്തിന്റെ സനാതനമായ ധർമ്മമാണ്. മനുഷ്യന്റെ ധർമ്മം സനാതനമേ അല്ല, ഒരിക്കലും ആയിക്കൂടാ. കാരണം മനുഷ്യൻ വളരുന്നു, വലുതാവുന്നു. പണിയായുധത്തെ മനുഷ്യൻ മൂർച്ച കൂട്ടുന്നത് എങ്ങനെയാണ്? പണിയായുധം ഏറ്റവും മൂർച്ച കൂടുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവന്റെ ബുദ്ധിയെ മൂർച്ച കൂട്ടുന്നു എന്നാണ് അർത്ഥം. ഈ ബുദ്ധി മൂർച്ച കൂട്ടുന്നത് കൊണ്ടാണ് നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ ഈ മലബാർ മേഖലയിലൊക്കെ വന്നിരിക്കുന്ന തമിഴൻ ഇവിടെ വരുന്ന സമയത്ത് അയാൾ എടുത്തിരിക്കുന്ന മഴുവുണ്ട്. ആ മഴുവ് ഒരു സൗന്ദര്യവും ഇല്ലാത്തൊരു മഴുവാണ്. ആ മഴുവിന്റെ പിടി നമ്മുടെ നാട്ടിൽ പറയാ, അതിന് തള്ള എന്നാണ് അതിന് പറയാ. പിടി, ആ പിടി എപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുന്നതാണ് മൊരണ എന്ന് പറയും. മൊരണ എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ അത് കൃത്യമായി ചെത്തി രാഗി മിനുക്കിയിട്ടുള്ള സംഭവമായിരിക്കില്ല. അപ്പൊ ഇങ്ങനെ വളരെയധികം വൈരൂപ്യം ഉണ്ടായിരിക്കുന്ന ഒരു സാധനമാണ് അയാളുടെ പണിയായുധം. ഈ പണിയായുധം വൈരൂപ്യമാകുന്നതിന്റെ പുറകിലുണ്ടായിരിക്കുന്ന ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രാഥമികമായ ഒരു സാധനം ഇല്ലിറ്ററസിയാണ്.
പിന്നെ അയാൾ വളർന്നു വരുന്ന ചുറ്റുപാടിലും സൗന്ദര്യ സങ്കല്പങ്ങൾക്കകത്ത് വരുന്ന എന്താ പറയുക പരിമിതികളുടെ പ്രത്യക്ഷമായ ഉദാഹരണമായി ഈ പണിയായുധങ്ങളെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. ഈ പണിയായുധത്തെ മനുഷ്യൻ പരിഷ്കരിക്കുന്നേരം മനുഷ്യൻ ആരെയും പരിഷ്കരിക്കുന്നു? പണിയായുധത്തെ മനുഷ്യൻ പരിഷ്കരിക്കുമ്പോൾ പണിയായുധം മനുഷ്യനെ തിരിച്ചും പരിഷ്കരിക്കുന്നുണ്ട്. ഇതാണ് വാസ്തവത്തിൽ ഡയലക്റ്റിക്സ് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു സാധനം. ഈ ഒരു അടിസ്ഥാന ധാരണ ഈ അടിസ്ഥാന സംഭവം ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യന്റെ സനാതനം എന്ന് പറയാവുന്ന ഒരു മൂല്യബോധമല്ല മനുഷ്യൻ്റെത്. മനുഷ്യന്റെ സനാതനം എന്ന് പറഞ്ഞ് നാം പറയുന്ന സാധനങ്ങൾ അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കും. അത് അനുദിനം മാറി വളർന്ന് ഔന്നത്യത്തെ പ്രാപിക്കുന്ന, ഉത്തുംഗതയിലെത്താവുന്ന നീതിബോധത്തിലേക്ക്, സൗന്ദര്യ സങ്കല്പത്തിലേക്ക് മാറുന്ന ഒന്നാണ്. ഈ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റവും ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ മൃഗതുല്യമായിരിക്കുന്ന ബോധം, നീതിബോധമുള്ള ഒരു സംഭവത്തിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? കുറ്റബോധമില്ല എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു മൃഗം കാട്ടിൽ നിന്ന് മാനിനെ പിടിച്ചതിന്റെ കൂടെ ഏതെങ്കിലും ഒരു സിംഹം ഇന്നേ വരെ അതിനെന്തെങ്കിലും കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ കുറ്റബോധമില്ല എന്ന് പറഞ്ഞാൽ പ്രാഥമിക, നമ്മൾ വേറെ ദൂരെ എവിടെയും പോട്ടെ, TP ചന്ദ്രശേഖരനെ കൊന്നതിൽ കുറ്റബോധമില്ല എന്നാണ് ഈ പറഞ്ഞ പച്ച മലയാളം. ഒന്നുമല്ലല്ലോ, ഒന്നുമല്ല. 100 കണക്കിന് ആളുകളെ കാലപുരുക്കുകയും ഒരുപടി ആളുകളെ ജീവച്ഛവമാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്ന പ്രക്രിയക്ക് നേതൃത്വം നൽകിയിരിക്കുന്ന അയാൾക്ക് ഒരു തരത്തിലുള്ള കുറ്റബോധമില്ല. പിന്നെ എന്താണ്? ഞാൻ ആരെ മാത്രമേ ഭയക്കുള്ളൂ? പാർട്ടിയെ മാത്രമാണ് ഭയക്കുന്നത്. ഞാൻ പാർട്ടിയെ മാത്രമാണ് ഭയക്കുന്നത്. ഞാൻ പാർട്ടിക്ക് മാത്രമേ കീഴ്പ്പെടുന്നുള്ളൂ എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അതിന് മറ്റൊരു പ്രധാനപ്പെട്ടിരിക്കുന്ന മറ്റൊരു കോർ എന്ന് പറയുന്നത്, ഞാൻ പാർട്ടിക്ക് മാത്രമേ വിധേയമാവുകയുള്ളൂ, ഞാൻ പാർട്ടിയോട് മാത്രമേ ഞാൻ ഭയപ്പെടുകയുള്ളൂ. സത്യത്തിൽ നമ്മൾ തിരിച്ചു വയ്ക്കുന്ന ചോദ്യമുണ്ട്, പാർട്ടി ഭയപ്പെടേണ്ട പാർട്ടിയാണോ? പാർട്ടി എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത്? ഇതാണ് ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന ചോദ്യമാണ്. പാർട്ടി എന്തിനാണ് ഇയാൾ ഭയപ്പെടുന്നത്? പാർട്ടിയെ ഭയപ്പെടുന്നത് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പാർട്ടിക്ക് അരുതാത്തത് നിങ്ങൾ ചെയ്യുക വഴി പാർട്ടി അണികളും ഒപ്പം തന്നെ പൊതുജനങ്ങളും എന്ത് ചെയ്യുന്നു? നിങ്ങളെ വെറുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് പറയുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് മാറുകയോ ചെയ്യുന്നു എന്നാണ് ഇതിനർത്ഥം. അപ്പൊ പാർട്ടിയെ ഭയക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ അവിടെ പാർട്ടിക്ക് മാത്രമേ ഭയപ്പെടുന്നുള്ളൂ അർത്ഥം അവിടെ പാർട്ടിയല്ല, അവിടെ പാർട്ടിയില്ല. ഞാൻ പാർട്ടിക്ക് മാത്രമേ കീഴ്പ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അർത്ഥം അവിടെ പാർട്ടിയല്ല. സംഭവം എന്താണ്? അത് ഞാൻ മാത്രമാണ്. എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും എന്റെ ഇംഗിതങ്ങൾക്കും വിധേയമായി നിങ്ങൾ ജീവിച്ചു കൊള്ളണമെന്ന് പറയുന്ന സംഭവമാണ്. ഇത്തരം ഒരു ഇന്റർവ്യൂ നടത്താൻ മോഹൻലാലിനെ പോലുള്ള ഒരു വലിയ നടൻ ഇരുന്നൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി എന്ന് പറഞ്ഞാൽ അത് തികച്ചും എന്താ പറയാ, അങ്ങേയറ്റം അവിശ്വസനീയമായ ഒരു സംഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിനകത്ത് അയാൾ പറയുന്ന വേറൊരു പ്രധാന ധാരണ എന്താന്ന് പറഞ്ഞാല്, ഈ ദാരിദ്ര്യം ഉണ്ട്. ദാരിദ്ര്യമല്ലാതെ ഈ പ്രദേശത്തിലെ മിക്കവാറും ആളുകൾ ആ കാലഘട്ടത്തിൽ എല്ലാവരും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ തന്നെയായിരിക്കും. അല്ലാതെ സമ്പന്നന്മാർ എന്ന് പറയുന്നവർ സവർണന്മാരായിരിക്കുന്ന ആൾക്കാരാണ് അന്നത്തെ സമ്പന്നന്മാരെന്ന് പറയുന്നത്. അല്ലാത്തവരെല്ലാവരും ദാരിദ്ര്യ ജീവിതത്തിന്റെ കയ്പ് നീര് പിടിച്ചിട്ട് വന്നവരാണ്. പിന്നെ അയാൾ പറയുന്ന ഒരു കാര്യം എന്താ പറഞ്ഞാൽ, അയാൾ പണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി തുടങ്ങുന്ന കാലത്ത് തലശ്ശേരിയിലേക്ക് വരാൻ അയാളുടെ കയ്യിൽ പണം ഉണ്ടായില്ല. അപ്പൊ പണം ഇല്ലാതിരുന്നപ്പോ ആരോട് ചോദിച്ചു, കടം വാങ്ങി. ഇപ്പൊ കടം വാങ്ങി അന്ന് 25 പൈസ എന്ന് അയാൾ പറഞ്ഞു. 25 പൈസ എന്ന് പറയുന്നത് വലിയ പൈസയാണ്. ആ 25 പൈസ കടം വാങ്ങി അയാൾ തലശ്ശേരിയിലേക്ക് വന്നു. അപ്പൊ തലശ്ശേരിയിലേക്ക് വരുമ്പോൾ സഖാവ് അരയാക്കണ്ടി അച്ചുവേട്ടൻ അച്ചുവേട്ടനോട് പറഞ്ഞു, ഞാനിങ്ങനെ പൈസ ഇല്ലാത്തത് കാരണം കടം വാങ്ങിയിട്ടാണ്, പിന്നെ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ പണം വാങ്ങിച്ചത്. അപ്പോ അരയാക്കണ്ടി അച്യുതൻ ഇയാളെക്കാട്ടും വയസ്സുള്ള ആളുമാണ്. മാത്രമല്ല അതിന്റെ പിറകിലുള്ള കഥ ഞാൻ പറഞ്ഞുതരായിരുന്നു. അപ്പൊ അയാൾ പറയാണ്, അരയാക്കണ്ടി അച്യുതൻ അങ്ങനെ പറഞ്ഞപ്പോ അരയാക്കണ്ടി അച്യുതനോട് ഞാനത് പറഞ്ഞപ്പോ അരയാക്കണ്ടി അച്യുതനെ ആട്ടിക്കളഞ്ഞു. അത് എന്ന് പറയുന്ന സംഭവമാണ്, ആട്ടുക എന്ന് പറഞ്ഞ സാധനം. അതിനെ ആട്ടിക്കളഞ്ഞു. എന്നിട്ട് പറയാണ്, നിനക്ക് എവിടെ നിന്നാണ് പണം തിരിച്ചു കൊടുക്കാൻ കഴിയുക? അതുകൊണ്ട് പണം വാങ്ങുന്ന സമയത്ത് തിരിച്ചു തരുമെന്ന് പറഞ്ഞ് പണം വാങ്ങരുത്. പണം വാങ്ങുക രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അച്ചുവേട്ടനാന്ന് ഈ സാധനം പറയുമ്പോൾ ഇതേതാ കാലം എന്ന് ഓർക്കണം. ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്താ പറയാ, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള എല്ലാ നേതാക്കന്മാരും ഇതുപോലെ തന്നെയാണ് സഞ്ചരിച്ചിരുന്നത്. മുഴുവൻ ആളുകൾ സഞ്ചരിച്ചത് അങ്ങനെയാണ്. അത്യാവശ്യം പണം ഉള്ള ആളുകൾ മാത്രമാണ് സ്വന്തം കീശയിൽ നിന്ന് പണം എടുത്തിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. മറ്റെല്ലാത്ത വർക്കേഴ്സും എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആരോടൊക്കെ ചോദിക്കും, എനിക്ക് തലശ്ശേരിയിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ എനിക്ക് ശരി, തലശ്ശേരിക്ക് പോകാൻ എനിക്ക് ഇത്ര പൈസ വേണം. ആ പണം തിരിച്ചു കിട്ടുന്ന മറ്റല്ല കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു ജാമ്യത്തിന്റെ മേലെ എന്ത് ചെയ്യാണെന്ന് അറിയാം? വാങ്ങിയ കാശ് സ്ഥിരമായി വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കുന്ന പദ്ധതി ആവിഷ്കരിച്ചാലോ അതിന് അച്ചുവേട്ടനെ പോലത്തെ ഒരാളെ ഉപയോഗിക്കാമോ? ഇനി അച്ചുവേട്ടനെ ഞാൻ കാണുന്ന അച്ചുവേട്ടൻ എന്ന് പറഞ്ഞാൽ അച്ചുവേട്ടനെ ഏതാണ്ട് അന്ധനായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അച്ചുവേട്ടനെ കാണുന്നത്. പൂർണ്ണമായി അന്ധനായി കഴിഞ്ഞപ്പോഴാണ് അച്ചുവേട്ടൻ ഞാൻ കാണുന്നത്. അതിന് മുൻപേ ഉണ്ടാക്കുന്ന അച്ചുവേട്ടൻ ചിത്രമൊന്നും എന്റെ മുമ്പിലില്ല. നമ്മുടെ ബടായി ഒരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്റെ ഏറ്റവും അടുത്തിരിക്കുന്ന സുഹൃത്ത് അരയാക്കണ്ടി അച്ചുവേട്ടന്റെ മകൻ റോബി എന്റെ കൂടെ ഒന്നിച്ച് പഠിച്ചതാണ്. ഇപ്പൊ CPIM അകത്ത് പ്രവർത്തിക്കുന്ന ഒരാളുമാണ് സഖാവ് റോബി. അദ്ദേഹത്തിന്റെ റോബിയുടെ അനിയനുണ്ട് സലീം. പിന്നെ റോബിയുടെ സലീലിന്റെ അനിയനുണ്ട് അരയാക്കണ്ടി രവി. ഇവരെല്ലാവരുമായിട്ടും ആ കുടുംബമായിട്ട് എനിക്ക് വളരെ അടുത്ത വ്യക്തിപരമായിരിക്കുന്ന ബന്ധങ്ങളുണ്ട്.
അച്ചുവാട്ടൻ 20 രൂപയോ 10 രൂപയോ ആരെടുത്തെങ്കിലും വാങ്ങിയെങ്കിൽ ആ 10 രൂപയോ 20 രൂപയോ അത് തുല്യമായി വീതിക്കുന്ന ഒരാളാണ്, തുല്യമായി വീതിക്കും. ഈ വീതിക്കുന്നതിന്റെ ഏറ്റവും സങ്കടകരമായിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇയാളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം. അതെന്താണെന്ന് പറഞ്ഞാൽ, തലശ്ശേരി വളരെ പ്രസിദ്ധമായിട്ടൊരു ഹോട്ടലുണ്ട്, മോഡേൺ ഹോട്ടൽ. അപ്പൊ മോഡേൺ ഹോട്ടലിൽ നിന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ കാശില്ല, ഇയാളെ കയ്യിൽ പൈസയില്ല. പിന്നെ അതോടൊപ്പം തന്നെ കേരളം കണ്ട എക്കാലത്തെയും വലിയ പ്രഗത്ഭനായിരിക്കുന്ന പ്രാസംഗികൻ, പിന്നെ CPIM-ന്റെ പഴയ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായി, പിന്നീട് 1968 പാർട്ടി പുലർപ്പിൽ യൂണിറ്റി സെന്ററിന്റെ ഭാഗമായി പോയിരിക്കുന്ന ആളാണ്. പിന്നെ ആര്യാക്കണ്ണേശ്വരനൊപ്പം തന്നെ പാർട്ടി വിട്ടിട്ട് പോയിരിക്കുന്ന ആളാണ് ഈ പറയുന്ന പിന്നെ സഖാവ് KC നന്ദനൻ. ഇവർ 3 പേരും കൂടി ചോറ് തിന്നാൻ തീരുമാനിച്ചു. അപ്പൊ അച്ചുവാട്ടന്റെ അടുത്ത് ചിലർ പൈസ ഉണ്ട്. അപ്പൊ ബാക്കി പൈസ എന്തെങ്കിലും അഡ്ജസ്റ്റ് ആക്കാന്നെല്ലാം പറഞ്ഞു അതിൽ വാങ്ങിച്ചു മോഡേൺ ഹോട്ടലിൽ നിന്ന് ചോറ് തിന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചില്ലറ പൈസ ബാക്കിയുണ്ട്. ആ ചില്ലറ പൈസ ബാക്കിയുള്ളതിന്റെ അകത്ത് എന്താ പറഞ്ഞാല്, പൈസ ഉള്ളത് എന്താ പറഞ്ഞാൽ ആ സാധനം കംപ്ലീറ്റ് തുല്യമായി വീതിക്കാതെ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടുന്ന അച്ചുവാട്ടൻ സിഗരറ്റ് വലിക്കില്ല, ഇയാളും വലിക്കും. പിന്നെ KC നന്നായി സിഗരറ്റ് വലിക്കുന്ന ആളാണ്. അവർക്ക് വേണ്ട സിഗരറ്റും വാങ്ങി. ഒപ്പം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ആ പൈസ ചില്ലറ പൈസ ബാക്കിയുള്ളത് കൊണ്ട് ഒരു നാരങ്ങ വാങ്ങി, അതായത് മധുര നാരങ്ങ, ഓറഞ്ച്. അതിൽ 9.5 നാരങ്ങയാണ് അതിനകത്തുണ്ട്. 9 അര എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഏറ്റവും ചെറിയ ചൊള എന്ന് നമ്മൾ പറയും, ചെറിയ സാധനം. ഇതടക്കമുള്ളത് 9.5 സാധനമുള്ളത്. അപ്പൊ 3 വീതം എല്ലാവരും എടുത്തു. അതിന് ഏറ്റവും ചെറിയ സാധനം, നമ്മുടെ ഒരു വിരലിന്റെ മടക്ക് പോലെ വരാവുന്ന ചെറിയ സാധനം, ആ സാധനം എടുത്തിട്ട് അച്ചുവാടം തന്നെ ഈ ചങ്ങാതിക്ക് കൊടുത്തു. ഒരു പറഞ്ഞു, നീയാണ് നമ്മുടെ ഇതിനകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി, അതുകൊണ്ട് നീ കഴിക്കടാ ഇത് എന്നിട്ട് കൊടുത്തു. അന്ന് രാത്രിയാണ് എന്ത് ചെയ്തതെന്ന് അറിയാം നിങ്ങള്, ഈ പറയുന്ന അരിയാക്കണ്ട അച്ചുവാട്ടം ഭക്ഷണവും വാങ്ങി അടിച്ച് പൊരിച്ചവും വാങ്ങിയിട്ട് എല്ലാ സാധനവും വാങ്ങിച്ച് ഭക്ഷണം അടിച്ചിട്ട് അന്ന് രാത്രിയാണ് അരിയാക്കണ്ട അച്ചുവാട്ടനെ ആക്രമിക്കുന്നത്. അന്ന് ആക്രമിക്കപ്പെട്ടതിന്റെ തുടർന്നാണ് അരിയാക്കണ്ട അച്ചുവാട്ടൻ തായെന്ന് പറഞ്ഞാൽ അരിയാക്കണ്ട അച്ചുവാട്ടൻ ജീവിതകാലം മുഴുവൻ അന്ധനായി ജീവിക്കേണ്ടി വന്നത്. ഇത് എന്നോട് വളരെ കൃത്യമായി പറഞ്ഞിട്ട് ആരാണെന്ന് പറഞ്ഞാൽ, ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന പഴയകാലത്തെ പ്രമുഖനായിരിക്കുന്ന പിന്നെ ബോൾഷെവിക് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി സെന്ററിന്റെ നേതാവായിട്ടുള്ള സഖാവ് ബാലകൃഷ്ണൻ. പിന്നീട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കിസാൻ സഭയുടെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നാഷണൽ കൗൺസിൽ മെമ്പറായിരുന്നാണ്. ഈ അടുത്ത കാലത്താണ് പിന്നെ അച്ചുവാട്ടൻ മരിക്കുകയും ചെയ്തത്. ഇവിടെയാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ ജീവിതത്തിൽ പശ്ചാത്താപം എന്നൊരു സാധനം ഉണ്ടെങ്കിൽ പശ്ചാത്തപിക്കേണ്ട മറ്റൊരു ഇയാളുടെ പൂർവ്വകാലത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പശ്ചാത്താപം ഈ സംഭവത്തിനകത്താണ് ഇവർ അച്ചുവാട്ടന്റെ. ഈ അച്ചുവാട്ടനാണ് വാസ്തവത്തിൽ ഇയാൾക്ക് എന്റെ അച്ഛൻ പാണ്ഡ്യാലഗോപാൽ ഇയാളുടെ പാർട്ടി മെമ്പർഷിപ്പ് ചാടി കഴിഞ്ഞപ്പോ പിന്നീട് പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ആരാണെന്ന് പറഞ്ഞാൽ ഈ അച്ചുവാട്ടനാണ് കൊടുക്കുന്നത്. ഒരൊറ്റ സ്ഥലത്ത് പോലും അയാൾ സാധനം പരാമർശിച്ചിട്ടില്ല. എന്നിട്ട് ആ മെമ്പർഷിപ്പ് എവിടെയാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്? തലശ്ശേരിയിലാണ്. പിന്നീട് ഇയാൾ ഒരു പാർട്ടി സെക്രട്ടറി ആയിട്ട് ആടമായി വരുന്നതിന്റെ പേരിൽ ഏറ്റവും പ്രധാനമായിട്ട് പ്രവർത്തിച്ചത് ആരാ? മരിച്ചു പോയിരിക്കുന്ന സഖാവ് ഗംഗാധരമാരാണ്. ഒരൊറ്റ സ്ഥലത്ത് അയാൾ ആ സാധനം പറഞ്ഞിട്ടില്ല. ഇങ്ങനെ വരാവുന്ന മുഴുവൻ സാധനങ്ങളെയും മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ സീരിയസ് അല്ലാത്ത രീതിയിൽ അവതരിപ്പിച്ച് ഒരു പൈങ്കിടി സാധനത്തിലൂടെ ഇയാള് മറ്റെന്തോ ആയിരിക്കുന്ന ഒരാളാണെന്ന് അവതരിപ്പിക്കാമെന്ന വ്യഗ്രതയിലൂടെയാണ് ഈ സംഭവം അവതരിപ്പിച്ചത്. ഇനി ഇതിന്റെ വേറൊരു വേർഷൻ നിങ്ങൾ എടുക്കുക. ഈ ഒരു ഘട്ടത്തിലെല്ലാം കൂടിയാണ് അന്ന് പാർട്ടി DC-ക്ക് ഉണ്ടായിരിക്കുന്ന ഒറ്റ കാറേന്ന് പാർട്ടി DC-ക്കുള്ളൂ. ഒറ്റ കാർ, വേറെ കാറില്ല. ഇന്ന് 1500 കാറുണ്ടല്ലോ പാർട്ടിക്ക്, ഓരോ സ്ഥാപനത്തിന്റെ വരാവുന്ന കാറുണ്ട്. അന്ന് ഇയാളെ പിന്നെ ഈ തലശ്ശേരിയിലെ നമ്മളെ വാടിക്കട രാമകൃഷ്ണൻ കൊല ചെയ്യപ്പെട്ടതിൽ പിന്നീട് സംഘപരിവാറിന്റെ ആളുകൾ RSSകാർ ഇയാളെ വധിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു വ്യാജ നിർമ്മിതി ഉണ്ടാക്കി കാറിൽ കയറിയതാണ് ഇയാൾ. MBR, പാട്യം ഗോപാലാട്ടൻ, AV കുഞ്ഞമ്പു, C കണ്ണാട്ടൻ ഉൾപ്പെടെയുള്ള അതിപ്രഗത്ഭരായ നേതാക്കന്മാർ കണ്ണൂരിൽ ഉള്ള സമയത്ത് ആ കാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഈ ചങ്ങാതിയ കാർ ഉപയോഗിക്കലും. അപ്പൊ ഇത് ഉപയോഗിക്കുന്നതിലൂടെ എന്തായിരുന്നു ജീവിതത്തിൽ, എന്നിട്ട് അയാൾ പറയുന്നുണ്ട് ജീവിതത്തിൽ സന്യാസത്തിന്റെ ചില അംശങ്ങളിൽ നല്ല സന്യാസമല്ലേ ഇത്? ഏറ്റവും കൂടുതൽ ധൂർത്തും ഏറ്റവും കൂടുതൽ ധാരാളിത്വവും ഏറ്റവും കൂടുതൽ ലക്ഷൂറിയസ് ആയി ജീവിക്കുന്ന ഒരാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാരാന്ന് ചോദിച്ചാൽ ആരാ പറയുക? കേരളത്തിലെ ഒരാൾ പേര് പറഞ്ഞ ഞങ്ങൾ കൊല്ലത്തുണ്ടായിരിക്കുന്ന കുറെ കക്ഷികളുണ്ട്, ഒരുപാട് കക്ഷികളുണ്ട്. അവർ പലരുമാണ് ഇപ്പൊ സ്ഥാനാർത്ഥി പട്ടികയിൽ വരുമെന്ന് കാണുകയും ചെയ്തത്. അവരെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്ന് കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇപ്പൊ നമ്മളത് സംസാരിക്കണ്ട. അത് വരാനിരിക്കുന്ന ചിത്രം ഒരു പറഞ്ഞ പ്രകാരമാണെങ്കിൽ ആളുകൾ ചിത്രം വളരെ വളരെ മോശമാവാനാണ് സാധ്യത. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഇത്തരത്തിൽ വരാവുന്ന സർവമാന അധാർമികതകളെയും മറച്ചു പിടിച്ചിട്ട് നടത്തിയ ഒരു വലിയ നാടകമാണ് വാസ്തവത്തിൽ ഈ പറയുന്ന പിന്നെ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വേറെ നമ്മൾ തിരിച്ചു നോക്കുക. എന്തിനാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഒരു സംഭവം പിന്നെ ഇവിടെ വെച്ച് പിന്നെ ചെയ്തത്? എന്താണ് അതിന്റെ ഉദ്ദേശം? ആ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഇയാളെ മാത്രം പ്രൊട്ടക്ട് ചെയ്യാനാണ്. ഈ മാത്രം പ്രൊട്ടക്ട് ചെയ്യാന്ന് നിങ്ങൾ നേരെ തിരിച്ചു കാണേണ്ട സംഭവത്തിലാണ്. ഇത് വാസ്തവത്തിൽ എന്തിന്റെ പിന്നെ പൂരകമായി നിൽക്കുന്നതാണ്? ഇത് PM ശ്രീ പദ്ധതിയുമായി ഇതിന് പൂരകമായി നിൽക്കുന്ന ഒരു സാധനമാണ്. മറുഭാഗത്ത് PM ശ്രീ പദ്ധതിയാണ് എങ്കിൽ ഇവിടെ വരുന്ന സാധനം ഏതാണ്? ഇവിടെ CM ശ്രീ പദ്ധതിയാണ് വന്നത്. CM ശ്രീ പദ്ധതി നിങ്ങൾ നോക്കിക്കോ. ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന മുഴുവൻ സംഭവത്തിന്റെ ഉദ്ഘാടനത്തിനകത്ത് ഒരൊറ്റയാളെ ഫോട്ടോയിൽ ഈ ചങ്ങായിന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ.
വേറെ ആരും ഫോട്ടോ ഇല്ല. എന്താണ് കാര്യം ഇത്? ബാക്കി മന്ത്രിമാർക്കെല്ലാം തന്നെ അൺഫാട്ടികളായിട്ട് വെറുതെ നിൽക്കുന്നവരാണോ? ആണോ? ഒന്നുമല്ലല്ലോ. അപ്പൊ എന്താ എന്നെ തന്നെ പ്രൊജക്ട് ചെയ്യുക എന്ന് പറയാവുന്ന ഒരുതരം അതികഠിനമായ മാനസിക രോഗത്തിന് വിധേയമാക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ മനോവിഭ്രാന്തിക്ക് വിധേയമാക്കപ്പെട്ടിരിക്കുന്ന ഒരാളുടെ ഒരു 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 പദ്ധതിയായിട്ടാണ് ഈ സംഭവം വരുന്നത്. ഈ PM ശ്രീ പദ്ധതിയിൽ വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണ്? PM ശ്രീ പദ്ധതി വന്നതോട് കൂടിയിട്ടാണ് ശരിക്കും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത്. എപ്പോഴാണ്? ഈ കഴിഞ്ഞ 10 വർഷത്തിന് ശേഷമേ ഇന്ത്യ ഉള്ളൂ എന്നാണ് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രചരണത്തിന്റെയും അല്ലെങ്കിൽ നരേന്ദ്രമോദിയും ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിൽ പിന്നീട് ഇതില്ല. അതിന് മുൻപ് ഇന്ത്യ ഇല്ല എന്നുള്ളതാണ്. 1947 സ്വാതന്ത്ര്യ സമരമില്ല. സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി വന്നിട്ട് അതിനുശേഷം വന്നിരിക്കുന്ന നെഹ്റുവിന്റെ മന്ത്രിസഭയില്ല. അതിന് നെഹ്റുവിനെ പോലത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ദീർഘവീക്ഷണത്തോടെ കൊണ്ടുവന്നിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളില്ല. ഒന്നുമില്ല. ഇതെല്ലാം വന്നത് എപ്പോഴാണ്? ഈ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിൽ പിന്നീടാണ്. വാജ്പേയിയും പെടുന്നില്ല ഇതിനകത്ത്. അതായത് വേറൊരു വിചിത്രമായ രസം, വാജ്പേയിയും പെടുന്നില്ല. ഇദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിൽ കഴിഞ്ഞതിൽ പിന്നീടാണ് ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമായി മാറിയത് എന്നും വികസനം എന്ന് പറയുന്ന സംഭവം ഉണ്ടായത് എന്നുമാണ് PM ശ്രീ പദ്ധതിയുടെ ഒരു ആകെ തുക എന്ന് പറയുന്നത്. അപ്പൊ അത് എത്രമാത്രം ഫാൾസിഫൈഡ് ആയിരിക്കുന്ന ഒരു സംഭവമാണ് എന്നും അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റ് ആയിരിക്കുന്ന സാധനമാണ് എന്നും സെൻസുള്ള ആളുകൾക്ക് അത് മനസ്സിലാവുന്നതിനെ മറികടക്കുന്നതിനാണ് വാസ്തവത്തിൽ മതം എന്ന് പറയുന്ന സംഭവത്തെ അതിന്റെ ഒരു മുഖ്യധാരാ വിഷയമാക്കി മാറ്റി നിർത്തത്. ഇവിടെ വരുമ്പോൾ നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിക്കുക. 1957 മുതൽ ഈ പറയുന്ന ഈ വിദ്വാൻ കയറിയിരിക്കുന്ന 10 വർഷം, ഈ 10 വർഷത്തിന് മുമ്പ് വന്നിരിക്കുന്ന ഒറ്റ ഗവൺമെന്റ് അല്ല എന്നുള്ളതാണ്. ഒറ്റ ഗവൺമെന്റ് അല്ല. നമ്പൂരിപ്പാടിന്റെ ഗവൺമെന്റ് അല്ല. C. അച്യുതമേനോന്റെ ഗവൺമെന്റ് അല്ല. നായനാട് ഗവൺമെന്റ് അല്ല. PKBയുടെ ഗവൺമെന്റ് അല്ല. VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് അല്ല. എല്ലാം ഈ വികസനം എന്ന സംഭവം, ഈ അതിന്റെ പുരോഗതി എന്ന് പറയുന്ന സംഭവം മുഴുവൻ ഉണ്ടായപ്പോഴാണ് ഇയാൾ കേരളം ഭരിക്കാൻ തുടങ്ങിയ ശേഷമാണ് എന്ന ഒരു വ്യാജ നിർമ്മിതി അസംബന്ധമായ കാര്യം. ഈ അസംബന്ധ കാര്യം നിരന്തരമായി പ്രചരിപ്പിക്കുക വഴി മറുഭാഗത്ത് ഗാന്ധിയെയാണ് നിരാകരിച്ചത് എങ്കിൽ അത്രയൊന്നും വരില്ല എങ്കിൽ പോലും ഇവിടെ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 1957 അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ ആ മന്ത്രിസഭയെ നയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരാളാണ് അന്നത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സഖാവ് MN ഗോവിന്ദൻ നായരാണ്. അന്ന് ആ മന്ത്രിസഭക്കകത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് CPIയുടെ പ്രമുഖ നേതാവും പിന്നീട് മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് C. അച്യുതമേനോനാണ്. ഈ C. അച്യുതമേനോന്റെ നേതൃത്വത്തിലുണ്ടായിരിക്കുന്ന അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിന്റെ ഓരോ ബ്രാഞ്ചുകളിൽ നിന്നും ശേഖരിച്ചു വച്ചിരിക്കുന്ന അപൂർവമായിരിക്കുന്ന വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയെ എങ്ങനെ ചലിപ്പിക്കണമെന്നും അതിനുള്ള രൂപരേഖ എന്താണ് എന്നും ഉണ്ടാക്കിയത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടാക്കിയ രേഖയാണ്. ആ രേഖയെ തുടർന്നാണ് 1957 ധനകാര്യ വകുപ്പ് ഇത് ചെയ്യുന്നത്. ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന സഖാവ് C. അച്യുതമേനോൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ പലതവണയായിട്ട് ആവർത്തിക്കുന്നതാണ്. പ്രത്യുൽപാദനപരമല്ലാത്ത മേഖലയിൽ ഒരു നയാ പൈസ പോലും കേരളത്തിലെ ഖജനാവിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ അനുവദിക്കില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഈ സഖാവ് C. അച്യുതമേനോൻ പറഞ്ഞത്. അത് പറയാനുള്ള കാരണം അത്രമാത്രം വിഭവങ്ങൾ മാത്രമേ നമുക്കുള്ളൂ എന്നും അത്രമാത്രം വിഭവങ്ങൾ അത്രമാത്രം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്നുള്ള മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരുന്നത്. നോക്കൂ നിങ്ങൾ, ഇന്ന് നമ്മൾ ഈ കേരളം ഇന്ന് 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ മുങ്ങി നാട്ടിലെ ഓരോ ആളും ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ കടബാധ്യതയിലേക്ക് തള്ളിവിട്ടപ്പോ ഈ തള്ളിവിടുന്നതിന്റെ ഉത്തരവാദി ആര്? ആ ഉത്തരവാദി എന്ന് പറയുന്നത് അന്ന് അച്യുതമേനോൻ പറഞ്ഞിരിക്കുന്നു. അന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന MN ഗോവിന്ദൻ നായർ പറഞ്ഞ് MNന്റെ ചെലവിലാണ് വാസ്തവത്തിൽ ആര് അന്നെന്ന് പറഞ്ഞാൽ EMS അന്ന് സംസ്ഥാന സെക്രട്ടറി ആയത് അത് അല്ല മുഖ്യമന്ത്രിയായത്. അത് പോട്ടെ, അത് രണ്ടാമത്തെ വേറെ വിഷയമാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ചരിത്രത്തെ മുഴുവൻ തന്നെ തമസ്കരിച്ചു കളയുകയും താൻ ഉണ്ടാക്കിയതാണ് വാസ്തവത്തിൽ കേരളത്തിന്റെ ചരിത്രം എന്ന് പറയാനുള്ള ഒരു വിവരക്കേട് ഒരു പുതിയ തലമുറയോട് പറയുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം വൃത്തികെട്ടിരിക്കുന്ന വളരെ വളരെ മോശമായ ഒരു സംഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇത് ശരിക്കും എന്താണെന്ന് പറഞ്ഞാല് നമ്മളെന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി. ഈ പറയുന്ന മോഹൻലാലുമായുള്ള ഇന്റർവ്യൂവിനടുത്ത് എവിടെയെങ്കിലും ഇയാളുടെ ആക്രോശ സ്വഭാവം കാണുന്നുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഒന്നുമില്ല. എവിടെയെങ്കിലും ഇയാളുടെ അധികാര സ്വഭാവം ഇയാൾ കാണിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ഇയാൾ തിടുക്കം കാണിക്കുന്നില്ല? ഇല്ലല്ലോ. അനാവശ്യമായി വക്രീകരിച്ച ചിരികൾ ചിരിച്ച് നാട്ടുകാരെ പറ്റിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഓർമ്മിക്കേണ്ടത് എവിടെയാണ്? മൈക്ക് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ, മൈക്കിൽ ശബ്ദം കുറഞ്ഞാൽ ഉണ്ടായിരിക്കുന്ന ആക്രോശിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഇവിടെ കാണുന്നില്ല. കുലംകുത്തി തന്നെ എന്ന് ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷവും ആവർത്തിക്കുന്ന ഒരു പരമനീചനായ ഒരാളുടെ മുഖം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയില്ല. BB ചെറിയാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോ ഏതോ ഒരു ചൊറിയാൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്ന ഒരു മുൻ പാർട്ടി സെക്രട്ടറി കാണാൻ കഴിയില്ല.
പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞിരിക്കുന്നത് വരുമ്പോൾ മുഴുവൻ ആളുകളും ഉറക്കണമെന്ന് പറയുന്ന സംഭവങ്ങൾ എവിടെയും നമുക്ക് കാണുകയില്ല. ഇവിടെ നമ്മൾ ആവർത്തിക്കുന്ന ഒറ്റ സാധനം ഇതാണ്: കാരണഭൂതൻ, അപ്പിത്താൻ, ഈ ലോകം മുഴുവൻ അറിയുന്ന ഒരു തിരുവാതിരയിലും മന്ത്രിസാന് ഇതിന്റെ അകത്ത് ഇങ്ങനെ സ്വയം അഭിനവിക്കുന്ന ഒരു പടുകോമാളിയുടെ ഓടിത്തഴിഞ്ഞു പോരിക്കുന്ന ആ വഷളന്റെ ഒരു എന്താ പറയാ ജ്വരജൽപ്പനങ്ങളുടെ എന്താ പറയാ ദയനീയമായ ഒരു ചിത്രമാണ് വാസ്തവത്തില് പിന്നെ ഈ ഒരു സംഭവം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മിസ്റ്റർ നന്ദകുമാർ, എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ട്. അതുകൊണ്ട് സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇത് വാസ്തവത്തിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രചാരകൻ മാത്രമായി വാസ്തവത്തിൽ ആര് മാറുകയാണ്? മുഖ്യമന്ത്രിയുടെ വേണ്ടിയുള്ള പ്രചാരകനായി മോഹൻലാൽ മാറുകയാണ് ചെയ്തത്. മോഹൻലാൽ ഇതിനു മുൻപ് സൈലത്തിന്റെ പിന്നെ അംബാസഡർ ആയിട്ടുണ്ട്. പിന്നെ കണ്ണൻ ദേവണ്ടിയുടെ അംബാസഡർ എന്ന് പറയുന്നതാണല്ലോ നമ്മൾ മലയാളത്തിൽ പറയുന്ന പ്രചാരകൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഒരാളുടെ പ്രചാരകൻ മാത്രമായി പിന്നെ മോഹൻലാൽ ചുരുങ്ങിയോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ട ഒരു സംഭവമാണ്. വാസ്തവത്തില് പിന്നെ അതിനകത്ത് ഒരു ചോദ്യം പോലും നമ്മൾ ഉണ്ടായില്ല. അത് ഉണ്ടാവാതിരിക്കണമെന്നുള്ള സൂക്ഷ്മബുദ്ധി അദ്ദേഹത്തോട് പറഞ്ഞതിന്റെ പേരിലായിരിക്കാം അങ്ങനെ വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഒട്ടനവധി ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാമായിരുന്നു. അതിനിടയിൽ കയറി ഒരു പട്ടി ഉണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു പട്ടി വരുന്നില്ലേ? അത് ആ പട്ടിയെ കുറിച്ചാണ് പിന്നീട് വലിയ മൃഗസ്നേഹത്തിന്റെ കഥ പറയുന്നുണ്ട് ഇയാളെ. ഈ മൃഗസ്നേഹത്തിന്റെ കഥ ഇയാളവർക്ക് അതിന്റെ ചോര നടക്കുന്നുണ്ട്. അത് വരുമ്പോ എന്താ പറയുക, ഈ പറയുന്ന MBRന്റെ പറശ്ശിനിക്കടവ് സ്നേക് പാർക്ക്, ആ സ്നേക് പാർക്കിലെ മുഴുവൻ പാമ്പുകളെയും അതിനകത്തുള്ള സിംഹവാലൻ കുരങ്ങിനെയും വെട്ടിയിട്ട ആ പിന്നെ ആടെയുള്ള മുതലകളെ പാമ്പുകൾ ഇതെല്ലാം തീയിട്ടും ചുട്ടും കൊണ്ടുപോ ഒരു ദിവസം MBR ആടെ ഈ പറയുന്ന സ്ഥലത്ത് വളരെ ദുഃഖിതനായി അദ്ദേഹം അതിനകത്ത് കടന്നു ചെല്ലുന്നുണ്ട്. കെ സുധാകരൻ MP പിന്നെ ഉള്ള സമയത്ത് തകർക്കപ്പെട്ടിരിക്കുന്ന ഇത് പാർക്ക് കണ്ടിട്ട് അദ്ദേഹം MBR പോകുന്നുണ്ട്. MBR പോകുന്ന സമയത്ത് പിന്നെ MBR അടുത്ത് ഈ കൈക്ക് വെട്ടുവെച്ചിട്ടുള്ള ഒരു സിംഹവാലൻ കുരങ്ങുണ്ട്. ആ സിംഹവാലൻ കുരങ്ങ് MBR അടുത്ത് വന്നിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് കൈ കാണിച്ചു കൊടുക്കുന്ന ചിത്രമുണ്ട്. ഈ ഒരു സങ്കടകരമായ ഒരു ചിത്രം കണ്ടിട്ടാണ് MBR അതോടൊപ്പം തന്നെ പിന്നെ എന്താ പറയാ പാതി വന്നിരിക്കുന്ന മൃഗങ്ങൾ, പാതി കരിഞ്ഞു പോയിരിക്കുന്ന പാമ്പുകൾ, ഇതെല്ലാം ഉള്ള വെറുതെ പറയാ ഒരു നരകതുല്യമായിരിക്കുന്ന ഒരു സ്ഥലം. ഈ നരകതുല്യത്തിൽ MBRന്റെ കണ്ണിന്ന് വെള്ളം വിടുന്നുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് MBR കരയുന്നതാണ് ഒന്നാണ് കടന്നു വളർന്നത്. അന്ന് MBR പറഞ്ഞു പോയിരിക്കുന്ന ഒരു വാക്കാണ്, മനസ്സെന്ന് വന്നിരിക്കുന്ന ഒരു വാക്കാണ്, ഉള്ളിൽ തട്ടി വന്നിട്ട് എന്തൊരു ജന്മമാണോടോ ഇത് എന്റേത്, എന്തൊരു ജന്മമാണോടോ എന്റേത് ഇത്, സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണത്. ഹൃദയവേദന എന്ന് പറയുന്നത് അതാണ്. ഈ സംഭവത്തിന് മുഴുവൻ നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ഈ പറഞ്ഞ മഹാഭാവിയല്ലേ. എന്നിട്ട് ഇയാൾ കോവിഡ് കാലത്ത് ഞാൻ എങ്ങനെ ചോറ് കൊടുക്കണം എന്ന് പറഞ്ഞു, പിന്നെ കോടിയിലെ പൂട്ടണം എന്ന് പറഞ്ഞു വായിൽ വരെയാണ് വരുന്നത് നന്ദകുമാർ. ഇത്രയും ആധമത്വവും ആഭിചാരവും ചെയ്തിട്ട് നാണം ഉളുപ്പില്ലാതില്ലേ ഇയാൾ ഇതിനകത്ത് കയറി പറയുന്ന ഈ സാധനം അല്ലെ? എത്ര ലക്ഷം ആളുകൾ കണ്ടിട്ട് വിസാരത് ഇത് മറന്നുപോയോ ഇയാള്? എത്ര ആളുകൾ, മനുഷ്യ ജീവൻ എത്ര ആളുകൾ ഇത് അന്ന് അത് ഞാൻ എത്ര വൈകാര്യമായി പറയാനുള്ള കാരണം പറഞ്ഞാല് അന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി. കോടിയേരി പിന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്ന NDTVയുടെ പിന്നെ കൂടെ വന്നിരിക്കുന്ന വേറെ 2 ആൾക്കാരുണ്ടായിരുന്നു. അവർ ഇംഗ്ലീഷിൽ കോടിയേരിയോട് ചോദിക്കുന്നത്. കോടിയേരിക്ക് അതിന് പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഒരു ഭാഷാപരമായ പരിമിതിയാണ്, മറ്റു ഓർമ്മയില്ല. അദ്ദേഹത്തിന്റെ അടുത്ത 2 സുഹൃത്തുക്കളോട് അതിനകത്ത് പറയുന്ന ഒരു കമന്റ് ഉണ്ട്. ആ കമന്റ് എന്താ അറിയാം? ഒരുത്തൻ ഇതെല്ലാം ചെയ്തേച്ചിട്ട് പോയി. എന്നിട്ട് അയാൾ ഉപയോഗിച്ച വാക്കെന്താ അറിയാം? ഈ നായയുടെ മോൻ ഇത് ചെയ്തേച്ച് പോയതിന്റെ ഉത്തരവാദി ഞാനാ, ബാക്കി ഇപ്പൊ ഞാനല്ലേ സമാധാനം പറയേണ്ടത്. ഇത് പറഞ്ഞിരിക്കുന്ന നിസ്സഹായ അവസ്ഥയുണ്ടായതും ഈ പൊളിക്കപ്പെട്ടു പോയിരിക്കുന്ന പഴയ അഴീക്കോടൻ മന്ദിരത്തിന്റെ അർത്ഥം അറിയുങ്ങൾ അതിൽ പങ്കെടുത്തിരിക്കുന്ന ആൾ എന്നോട് പറഞ്ഞിരിക്കുന്ന സംഭവമാണ് ഇത്. അപ്പൊ ഞാനിത് പറയുന്നത്, നിങ്ങൾ വിശുദ്ധനാവാൻ ശ്രമിക്കുമ്പോൾ എന്ത് വേണമെന്നറിയോ? ജീവിതത്തിൽ നന്മ എന്നൊരു വാക്കുണ്ടാവണം, അതിനകത്ത് കരുണ എന്നൊരു വാക്കുണ്ടാവണം. നിങ്ങൾ സ്വയം വെള്ളിപൂശി സ്വയം പിന്നെ പ്രകാശം പരത്തി ഞാനങ്ങ് വലിയ അപ്പോസ്തലനാണെന്ന് പ്രഖ്യാപിക്കലല്ല, മറിച്ച് ഞാൻ ഇന്നതാണ് ഞാൻ. ജീവിതത്തിൽ ഒരിക്കലും കരയാത്തവൻ, ജീവിതത്തിൽ സങ്കടമില്ലാത്തവൻ, ഒരിക്കൽ പോലും പശ്ചാത്താപമില്ലാത്തവൻ, ഈ പശ്ചാത്താപമില്ലാത്തവൻ, കരയാത്തവൻ, സങ്കടമില്ലാത്തവൻ, അവൻ മാർസിസ്റ്റും അല്ലടോ, മനുഷ്യനുമല്ല. അങ്ങനെയുള്ള ഒരാൾക്കൊന്നും അല്ല കേരളം ഭരിക്കേണ്ടത്. ഇതെല്ലാം തന്നെ ഈ 2026 നടക്കാനിരിക്കുന്ന ഇലക്ഷനകത്ത് എങ്ങനെയെങ്കിലും കയറിപ്പറ്റി വീണ്ടും മുഖ്യമന്ത്രിയാവണമെന്നുള്ള അപ്പൊ എന്താ പറയാ ഒടുങ്ങാത്ത അധികാരത്തോടുള്ള ആർത്തിയുടെ, കാമാസക്തമായിരിക്കുന്ന ആർത്തിയുടെ ഒരു പ്രകടീകരണമാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ഇന്റർവ്യൂവിലൂടെ അയാളെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ജനം ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതെല്ലാമാണ് അയാളെന്ന് മനസ്സിലാക്കുന്നുണ്ട് ജനം. അതുകൊണ്ട് തന്നെ തീർച്ചയായും എന്താണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ വേണമെന്ന് ആഗ്രഹിച്ചത് അതിന് തികച്ചും ഘടകവിരുദ്ധമായ ഒരു സംഭവം മാത്രമേ അതിലൂടെ വരൂ എന്നാണ് അതിനകത്ത് പിന്നെ എനിക്ക് തോന്നുന്നത്. അല്ലായിരുന്നെങ്കിൽ ഒരു സ്ഥലത്തെങ്കിലും അയാൾ VS-നെ കുറിച്ച് പരാമർശിക്കണ്ടേ? അല്ലായിരുന്നു ഒരു സ്ഥലത്തെങ്കിലും അയാൾ VS-നെ കുറിച്ച് പരാമർശിക്കണ്ടേ? VS-നെ കുറിച്ച് പരാമർശിച്ചോ? എന്താ പരാമർശിക്കാത്തത്? VS-നെ കുത്തി വീഴ്ത്തിയത് ആരാണ് VS-നെ കുത്തി വീഴ്ത്തിയത്? VS-നെ കുത്തി വീഴ്ത്തിയതിന്റെ ദുരന്തമാണ് ഈ പാർട്ടി ഇന്ന് അനുഭവിക്കുന്നത്, ഈ സർക്കാർ അനുഭവിക്കുന്നത്.
ഈ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അനുഭവിക്കുന്നത്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം അവരുടെ പോലീസ് അസോസിയേഷന്റെ യോഗം നടത്തിയിട്ട് അവരുടെ സമ്മേളനത്തിനകത്ത് പറഞ്ഞില്ലേ, VS കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായപ്പോഴാണ് ഏറ്റവും സത്യസന്ധവും ഏറ്റവും സുതാര്യവും ഏറ്റവും ഗംഭീരവുമായ ഒരു അഡ്മിനിസ്ട്രേഷൻ പോലീസ് സേനയിൽ ഉണ്ടായത്, പോലീസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായതെന്ന് പരസ്യമായിട്ട് അവർ പറയേണ്ടി വന്നില്ലേ? എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇവരൊന്നും കൊള്ളൂല എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ മുഴുവൻ തന്നെ അത് മറച്ചു പിടിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു ചോദ്യങ്ങളും ചോദിക്കാതെ തികച്ചും പെരിഫറലായിരിക്കുന്ന സംബന്ധം ദാരിദ്ര്യം 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 അത്തരത്തിലുള്ള ഒരു അവസ്ഥയെന്ന് പറഞ്ഞു. അതായത് ഇതിനേക്കാൾ നരകദാരിദ്ര്യമുള്ള ഉടനെ വന്നിട്ടുണ്ട്. പക്ഷെ ദാരിദ്ര്യം ഇത്രയും അനുഭവിച്ചു വന്ന ഒരാളാണ് എങ്കിൽ നെയ്മീൻ പൊരിച്ചത് കിട്ടിയില്ല എങ്കിൽ ചോറുന്നുണ്ടാന്ന് പറഞ്ഞിരുന്ന എഴുന്നേറ്റ് പോകുന്നത് എവിടുന്നാണ്? അതിന് അദ്ദേഹം അറിഞ്ഞിരിക്കുന്ന ഒരു മറുപടി ഉണ്ട് ഇതിനകത്ത്. എന്താണെന്നറിയോ? ഞാൻ വളരെ ഭക്ഷണപ്രിയനാണ്, മുൻകാലങ്ങളിൽ വലിയ ഭക്ഷണപ്രിയനാണ്, ഇപ്പോ അങ്ങനെ തിന്നാൻ കഴിയുന്നില്ല, തിന്നേണ്ട തോന്നിയോട് ഞാനത് ക്രമീകരിച്ചു എന്നാണ്. എന്ന് പറയാൻ അർത്ഥം എന്താണ്? നേരത്തെ ചെയ്തിരിക്കുന്നത് താൻ ശരിയാന്ന് കൂടിയല്ലേ ഈ പറഞ്ഞ മലയാളം അല്ലേ? അവിടെ ഇതെല്ലാമാണ് വാസ്തവത്തിൽ ഇയാൾ എന്ന് പറയുന്ന ഒരു തിരിച്ചറിവാണ് വാസ്തവത്തിൽ പൊതുജനങ്ങൾക്ക് ഉണ്ടാവേണ്ടതെന്നാണ് എന്റെ വ്യക്തിപരമായിരിക്കുന്ന ഒരു അഭിപ്രായം. ഓക്കെ, താങ്ക് യു.